പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ജോയ് ജോൺ, തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ. ഈ ക്ലാസ്സിലൂടെ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ചാപ്റ്റേഴ്സിനെയാണ് കവർ ചെയ്യുന്നത്. അതിലെ ഫോക്കസ് ഏരിയയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പഠിച്ചതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും അല്ലേ. ബേസിക്സ് ഓഫ് C++. അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിൾ അല്ലേ, ലെറ്റേഴ്സും ഡിജിറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും വൈറ്റ് സ്പേസും ഒക്കെ കൂടെ ചേരുന്നതാണ് C++ന്റെ ക്യാരക്ടർ സെറ്റ്. പിന്നെ അതിലറിയേണ്ടത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം. അതാണല്ലോ ടോക്കൺ. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അത് ഓരോന്നും എന്താണെന്ന് ഓർത്തു വെക്കണം. എന്താണ് കീവേഡ്സ്? റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിംഗ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ. C++ ലാംഗ്വേജ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പൈലറിന് അറിയാവുന്ന വാക്കുകൾ, അതിനാണല്ലോ കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെന്താ? ഐഡന്റിഫയേഴ്സ്, നമ്മളായിട്ടുണ്ടാക്കുന്ന വാക്കുകൾ. മെമ്മറി ലൊക്കേഷനെ തിരിച്ചറിയാനായിട്ട്, സ്റ്റേറ്റ്മെന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിന് ചില റൂൾസൊക്കെ ഉണ്ട്, ഓർത്തു വെച്ചോളണം. അടുത്തൊരു കാറ്റഗറി എന്താ? ലിറ്ററൽസ് അല്ലെങ്കിൽ കോൺസ്റ്റൻസ്. വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കൺസ്, അതിനാണല്ലോ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓർമ്മയുണ്ടല്ലോ: ക്യാരക്ടർ ലിറ്ററൽ, ഇന്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ. അത് ഓർത്തു വെച്ചോളുക. അവയുടെ ഉദാഹരണങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓപ്പറേറ്റേഴ്സ്. ദീസ് ആർ ദി സിംബൽസ് ദാറ്റ് റെപ്രസെന്റ് സം ഓപ്പറേഷൻ. എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷനെ സൂചിപ്പിക്കുന്ന സിംബൽസിനെയാണല്ലോ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ സിംബൽസ് എല്ലാം ഓർത്തു വെച്ചോളുക. പിന്നെയുള്ളത് പങ്ക്ച്വേറ്റേഴ്സ്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനൊരു സിൻടാക്സ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ. അതിന്റെ ഒരു ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽസ്, അതിനെയൊക്കെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഡേറ്റ ടൈപ്സ് എന്താണെന്നാണ്. ഒരു ഡേറ്റ ഏത് ടൈപ്പിൽപ്പെട്ടതാണ്, അതിലെന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്ന വാക്കുകളാണ് ഡേറ്റ ടൈപ്സ്. ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ രണ്ടായിട്ട്: ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സും യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സും. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഓർത്ത് വെച്ചോളണം: ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. പിന്നെ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം, അത് നിങ്ങൾക്കറിയാം. ആദ്യം നമ്മൾ എഴുതുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം യൂസിംഗ് നെയിം സ്പേസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. തുടർന്ന് മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു അല്ലെ. മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇന്റ് മെയിൻ എഴുതിയിട്ട് അതിനുശേഷം ഒരു പെയർ ഓഫ് ബ്രേസസിനകത്ത് ബോഡി എഴുതുന്നു. ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആ പെയർ ഓഫ് ബ്രേസസിനുള്ളിലാണ് പറയുന്നത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഇഫ്, സ്വിച്ച്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള വൈൽ, ഫോർ, ഡു വൈൽ. ഇതിൽ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നറിയപ്പെടും. അറിയാലോ, ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിലേ ബോഡിക്കകത്തേക്ക് കയറത്തുള്ളൂ. എന്നാൽ ഡു വൈൽ സ്റ്റേറ്റ്മെന്റോ, അതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ആദ്യമേ തന്നെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം മാത്രമേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കമ്പോണൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതിനകത്ത് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഉണ്ടാവും, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, ലൂപ്പ് ബോഡി ഉണ്ടാവും. അതിൽ ഏതാണെങ്കിലും, ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും ഇതെല്ലാം അതിനകത്തുണ്ടാവും. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ഒപ്പം സ്വിച്ചും ഇഫ് എൽസിഫും തമ്മിലുള്ള ഡിഫറൻസും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താ സ്വിച്ചിന്റെ പ്രത്യേകത? അവിടെ നമ്മൾ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിലും ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടല്ലേ. ഇക്വാളിറ്റി കണ്ടീഷൻസ് മാത്രമാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇഫ് എൽസിഫിലാണെങ്കിലോ ഏത് തരം കണ്ടീഷനും ചെക്ക് ചെയ്യും. ഇനി ഇഫിന്റെ കേസിലാണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി പുറത്തു പോകും. സ്വിച്ചിന്റെ കേസിലാണെങ്കിലോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലേ പുറത്തു പോകത്തുള്ളൂ. അത് മറ്റൊരു ഡിഫറൻസ്. ഇനിയൊരു ഡിഫറൻസ് പറയാവുന്നത്, എല്ലാ കണ്ടീഷൻസും ഫാൾസ് ആയാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനായിട്ട് സ്വിച്ചിലുള്ളത് ഡിഫോൾട്ടാണ്, ഇഫ് എൽസിഫിലുള്ളത് എൽസ് ആണ്. ഓർത്ത് വെച്ചോളുക. ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. ചിലപ്പോൾ സിമ്പിൾ പ്രോഗ്രാംസ് വന്നേക്കാം, കൊച്ചു പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എഴുതാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും എറേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം, ഐഡന്റിഫയേഴ്സ് തന്നിട്ട് അതിലുള്ള തെറ്റുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടേക്കാം. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുന്നു, അറേസ്. അതിനകത്ത് അറേ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് അറേ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ്. വെറുതെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മതിയോ? കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ്. അത് പ്രത്യേകം ഓർമ്മിക്കണം. വിച്ച് ആർ സ്റ്റോർഡ് ഇൻ കണ്ടിജിയസ് ലൊക്കേഷൻസ്. മെമ്മറിയിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരേപോലെയുള്ള ഒരേ ടൈപ്പിൽപ്പെട്ട ഒരു കൂട്ടം എലമെന്റുകളെയാണ് അറേ എന്ന് പറയുന്നത്.
അറേ ഡിക്ലെയർ ചെയ്യേണ്ട സിന്റെക്സ് അറിഞ്ഞിരിക്കണം. ഡേറ്റ ടൈപ്പ്, അറേയുടെ പേര്, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് പറയുന്നു അല്ലേ. ഇന്റ് num10 എന്ന് എഴുതിയാൽ ഈ 10 സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കേട്ടോ. 10 ലൊക്കേഷൻസ് റിസർവ് ചെയ്തിടുന്നു. മെമ്മറിയിൽ അടുത്തടുത്തുള്ള 10 ലൊക്കേഷൻസ്, ഓരോന്നിലും ഓരോ ഇന്റിജർ നമ്പറിന് സ്റ്റോർ ചെയ്യാം. ഈ ലൊക്കേഷനുകൾക്ക് പൊതുവായിട്ടുള്ള പേരാണ് എന്തോന്ന്, നം. ഇങ്ങനെയുള്ള അറേ ഇനിഷ്യലൈസ് ചെയ്യാൻ കഴിയുമല്ലോ. അറേ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്റ് സ്കോർ 5 ഈക്വൽസ് എന്ന് എഴുതിയിട്ട്, ഇപ്പോൾ 5 എന്നല്ലേ സൈസ് കൊടുത്തിരിക്കുന്നത്, 5 സംഖ്യകളെ സ്റ്റോർ ചെയ്യാം. ഒരു പെയർ ഓഫ് ബ്രേസസിനുള്ളിൽ കോമ സെപ്പറേറ്റഡ് ലിസ്റ്റായിട്ട് ആ 5 വാല്യൂസ് കൊടുക്കാം. 5 സംഖ്യകൾ പറയാം. ഇനി 5ഉം കൊടുത്തില്ലെങ്കിലോ, നിങ്ങൾ എത്ര കൊടുക്കുന്നുവോ ആ സംഖ്യകളെ ആദ്യത്തെ ലൊക്കേഷൻ തൊട്ട് സ്റ്റോർ ചെയ്ത് തുടങ്ങും. എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യകളില്ലാത്ത ലൊക്കേഷനുകളിൽ 0 എന്ന് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ സംഖ്യകളെയൊക്കെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാ, അറേയുടെ ലൊക്കേഷനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാ, ഒന്നാമത്തെ ലൊക്കേഷൻ 0 എന്ന സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ num10 എന്ന അറേ, അതിൽ ഒന്നാമത്തെ ലൊക്കേഷൻ num0, രണ്ടാമത്തെ ലൊക്കേഷൻ num1, അപ്പോൾ അവസാനത്തേതോ num9. അങ്ങനെ ഉണ്ടാവുള്ളൂ, ഓർത്ത് വെച്ചോളണം. ഈ അറേയുടെ എലമെന്റ്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അറേയുടെ പേരും ഉപയോഗിക്കും, സ്ക്വയർ ബ്രാക്കറ്റിൽ അതിന്റെ പൊസിഷനും ഉപയോഗിക്കും. അറേയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അറേയെ ആക്സസ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു കൺട്രോൾ സ്ട്രക്ചറാണ് ഫോർ ലൂപ്പ്. എപ്പോഴും അറേയുടെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതിനൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ഫോർ i = 0, i less than എന്നങ്ങ് പറഞ്ഞു പോകും. i less than ശേഷം എന്ത് പറയും, അറേയുടെ സൈസ് പറയുക. പിന്നെ i++ എന്ന് പറയുന്നു, ബോഡിയിൽ അറേയെ റെഫർ ചെയ്യുന്നു. അറേയുടെ നെയിമും സ്ക്വയർ ബ്രാക്കറ്റിൽ i എന്ന വാക്കും കൂടി കൊടുക്കുമ്പോൾ അറേയുടെ എലമെന്റ്സിനെ റെഫർ ചെയ്യാൻ സാധിക്കും അല്ലേ. പിന്നെ അതിനകത്തുള്ളത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. സ്ട്രിംഗ് ഡേറ്റ ക്യാരക്ടറുകളുടെ ഒരു കൂട്ടമാണ് അല്ലേ. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ അറേ യൂസ് ചെയ്യുന്നു. char s(20) എന്ന് പറഞ്ഞാൽ എസ് ഒരു ക്യാരക്ടർ അറേയാണ്. എസിനകത്ത് 20 അക്ഷരങ്ങളുള്ള സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഓർക്കണം, ഒരു സ്ട്രിംഗ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 19 അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം സ്ട്രിങ്ങിന്റെ അവസാനം /0 എന്ന് പറയുന്ന നൾ ക്യാരക്ടർ ഇട്ട് ഫില്ല് ചെയ്യും. നമ്മളായിട്ട് കൊടുക്കുന്നതല്ലോ, അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോർഡ് ആവുന്നതാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ അവസാനത്തെ അക്ഷരമായിട്ട് /0, സ്ട്രിംഗ് ടെർമിനേറ്റർ, സ്ട്രിംഗ് ഡീലിമിറ്റർ എന്നൊക്കെയാണല്ലോ അത് അറിയപ്പെടുന്നത്. ഇനി സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യേണ്ടി വന്നാൽ ആസ് യൂഷ്വൽ cin ഇൻപുട്ട് ഓപ്പറേറ്റർ, അറേയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ക്യാരക്ടർ അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിലും സ്ട്രിംഗ് ആയിട്ട് റെഫർ ചെയ്യുമ്പോൾ അറേയുടെ പേര് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ s20 എന്നൊരു ക്യാരക്ടർ അറേ പറഞ്ഞല്ലോ, അതിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ cin s എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിംഗിൽ വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്റ്റോർഡ് ആകത്തില്ല. ഒന്നിലധികം വാക്കുകൾ വന്നാൽ അത് സ്റ്റോർഡ് ആവത്തില്ല. വൈറ്റ് സ്പേസിനെ സ്ട്രിംഗ് ഡീലിമിറ്റർ കൊണ്ട് മാറ്റിക്കളയും. അപ്പോൾ വൈറ്റ് സ്പേസും കൂടി ഉള്ള സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് സം ഫംഗ്ഷൻസ്. ഏതൊക്കെയാ? ഗെറ്റ്സ് ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഗെറ്റ്സ് ഫംഗ്ഷന്റെ പ്രത്യേകത അതൊരു കൺസോൾ ഫംഗ്ഷനാണ്. ഗെറ്റും ഗെറ്റ് ലൈനും സ്ട്രീം ഫംഗ്ഷനാണ്. അവ ഉപയോഗിക്കുമ്പോൾ ഗെറ്റും ഗെറ്റ് ലൈനും ഉപയോഗിക്കുകയാണെങ്കിൽ cin ഡോട്ട് എന്ന് പറയണം. cin ഡോട്ട് ഗെറ്റ്, cin ഡോട്ട് ഗെറ്റ് ലൈൻ. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനും ഫംഗ്ഷൻ ഉണ്ട്. പുട്സ് എന്ന ഫംഗ്ഷനും റൈറ്റ് എന്ന ഫംഗ്ഷനും. അതിൽ പുട്സ് കൺസോൾ ഫംഗ്ഷനാണ്, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. എന്നാൽ റൈറ്റ് ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ cout ഡോട്ട് റൈറ്റ് എന്ന് പറയേണ്ടി വരും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ അറേ എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രാധാന്യം നൽകി പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ പേരെന്തുവാ? ഫംഗ്ഷൻസ് അല്ലേ. ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് കുറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുകളാണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്, അതിന്റെ പേരും ആ ഫംഗ്ഷൻസ് അവൈലബിൾ ആകുന്ന ഹെഡർ ഫയലിന്റെ പേരും ഈ ഫംഗ്ഷനുകളുടെ ഉപയോഗവും ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഗെറ്റ് ക്യാർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടല്ലേ, ഒരു ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാനുള്ളത്. പുട്ട് ക്യാർ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഇത് രണ്ടും കൺസോൾ ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ cstdio എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ stdio.h എന്ന് പറയേണ്ടി വരും. ഓക്കെ. പിന്നെയുള്ളത് ഗെറ്റ് ഫംഗ്ഷൻ, cin ഡോട്ട് ഗെറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഗെറ്റിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു ക്യാരക്ടർ അറേയുടെ പേരും ഒരു സൈസും കൂടി കൊടുത്താൽ യു ക്യാൻ ഇൻപുട്ട് എ സ്ട്രിംഗ് യൂസിംഗ് ദി സെയിം ഫംഗ്ഷൻ. ഗെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്യാരക്ടറായിട്ടും ഇൻപുട്ട് ചെയ്യാം, ഒരു സ്ട്രിംഗ് ആയിട്ടും ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. ആർഗ്യുമെന്റിന്റെ കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ സ്ട്രിംഗിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. പുട്ട് ഫംഗ്ഷൻ ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. cout ഡോട്ട് പുട്ട് എന്ന് ഉപയോഗിക്കേണ്ടി വരും. റൈറ്റ് ഫംഗ്ഷൻ
ഒരു സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ളത് cout.write എന്ന് ഉപയോഗിക്കേണ്ടി വരും. അവിടെയും ആർഗ്യുമെന്റായിട്ട് അറേ നെയിം, സ്ട്രിങ്ങിനെ സൂചിപ്പിക്കുന്ന അറേ നെയിം ആണല്ലോ, അറേ നെയിം സൈസ് പറയേണ്ടി വരും. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ IOStream എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇനി ഇതുകൂടാതെ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറേയേറെ ഫംഗ്ഷൻസ് ഉണ്ട്. strlen സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, strcpy ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാൻ, strcat രണ്ട് സ്ട്രിങ്ങുകളെ കൂട്ടിച്ചേർക്കാൻ, സ്ട്രിംഗ് കോൺകാറ്റനേഷൻ, strcmp രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ. ഈ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ string.h എന്ന ഹെഡർ ഫയൽ വേണം, അല്ലെങ്കിൽ cstring എന്നെഴുതണം. ഇനി ചില മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. ആപ്സ്, ഒരു സംഖ്യയുടെ ആബ്സല്യൂട്ട് വാല്യൂ. എന്താ ആബ്സല്യൂട്ട് വാല്യൂ? ചിഹ്നമില്ലാത്ത വാല്യൂ. -5ന്റെ ആബ്സല്യൂട്ട് വാല്യൂ 5, +5ന്റെ ആബ്സല്യൂട്ട് വാല്യൂ 5. അപ്പോൾ അങ്ങനെ ചിഹ്നമില്ലാത്ത സംഖ്യ കിട്ടണമെങ്കിൽ ആപ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക, ഡേറ്റയെ ആർഗ്യുമെന്റായിട്ട് കൊടുക്കുക. ഫാബ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ ഫാബ്സ് ഉപയോഗിക്കണം, FABS. ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കിട്ടാനാണെങ്കിലോ SQRT. ഒരു സംഖ്യയുടെ പവർ കണ്ടുപിടിക്കാനാണെങ്കിലോ പവർ 2⁻3 കാണണമെങ്കിൽ POW 2,3 ഉത്തരം കിട്ടും. അപ്പോൾ ഇത്തരം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ വേണം? math.h അല്ലെങ്കിൽ cmath എന്ന് പറയണം. ഇനി ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് കുറേയുണ്ട്. അക്ഷരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇസ് അപ്പർ, ഒരക്ഷരം അപ്പർ കേസിലാണോ ലോവർ കേസിലാണോ എന്ന് തിരിച്ചറിയാൻ ഇസ് അപ്പർ. ഇനി ലോവർ കേസ് ആണോ അല്ലയോ എന്നറിയാൻ ഇസ് ലോവർ. ഇനി നമ്മൾ കൊടുക്കുന്ന അക്ഷരം ക്യാരക്ടർ ഒരു ആൽഫബറ്റ് തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ ഇസ് ആൽഫ. നമ്മൾ കൊടുക്കുന്ന അക്ഷരം ഒരു ഡിജിറ്റ് ക്യാരക്ടർ ആണോ എന്ന് തിരിച്ചറിയാൻ ഇസ് ഡിജിറ്റ്. നമ്മൾ കൊടുക്കുന്ന അക്ഷരം ഒരു ആൽഫബറ്റോ ഡിജിറ്റോ ആണെന്ന് തിരിച്ചറിയാം. ഇതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലേ? അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലാതെ ലെറ്ററോ ഡിജിറ്റോ ആണോ എന്ന് തിരിച്ചറിയാൻ ഇസ് ആൽനം. ഇനി ഒരക്ഷരത്തെ അപ്പർ കേസിലോട്ട് മാറ്റാൻ ടു അപ്പർ, ലോവർ കേസിലോട്ട് മാറ്റാൻ ടു ലോവർ. ഇങ്ങനെ കുറേയേറെ ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. ഇവയൊക്കെ എവിടെയാണ് ഉള്ളത്? ctype.h എന്ന ഹെഡർ ഫയലിൽ, അതല്ലെങ്കിൽ cc-type എന്ന് എഴുതണം. പിന്നെ ഈ ചാപ്റ്ററിനകത്തുള്ളത് ഫംഗ്ഷൻ കോളിംഗിന്റെ 2 മെത്തേഡ്. യൂസർ ഡിഫൈൻഡ്, ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണല്ലേ. നമുക്കും ഫംഗ്ഷൻസ് എഴുതാമായിരുന്നു, പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്താലല്ലേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. 2 രീതിയിൽ കോൾ ചെയ്യാമെന്ന് പറയുന്നു. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ പ്രത്യേകത ഒന്ന് ഓർത്തിരിക്കണം. ഒരു ഫംഗ്ഷന് പേരുണ്ട്, ഫംഗ്ഷന് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സും ഉണ്ടാകാം. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂസ്. അപ്പോൾ ചില ഫംഗ്ഷന് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ, ചിലത് ആർഗ്യുമെന്റ്സ് ഇല്ലാതെയും വർക്ക് ചെയ്യും. ഇനി ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ എണ്ണത്തിലും ടൈപ്പിലും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഓരോ ഫംഗ്ഷൻ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ കോൾ ചെയ്യാൻ വേണം. കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റിനെ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്തും ആർഗ്യുമെന്റ്സ് പറയും, അതിനെ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയും. ആ 2 വാക്കുകൾ ഓർത്തിരിക്കണമെങ്കിൽ മാത്രമേ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. നോക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഇവിടെ ഫോർമൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ വേരിയബിൾ ആണ്. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിലോ റെഫറൻസ് വേരിയബിൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഡേറ്റാ ടൈപ്പിനും വേരിയബിളിനും ഇടയ്ക്ക് ഒരു ആംപർസാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ ആ വേരിയബിൾ ഒരു റെഫറൻസ് വേരിയബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതൊരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ്, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് കോൺസ്റ്റൻസ് ഉപയോഗിക്കാം, എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം, വേരിയബിൾസ് ഉപയോഗിക്കാം. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഫംഗ്ഷൻ കോളിംഗ് കഴിയുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റിൽ വരുത്തുന്ന ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കുന്നില്ല. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റിൽ ചില ചേഞ്ചസ് ഒക്കെ വരും. ആ ചേഞ്ച് ഒന്നും ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കില്ല. എന്നാൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആണെങ്കിലോ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ വരുത്തുന്ന ചേഞ്ചസ് എല്ലാം ആക്ച്വൽ ആർഗ്യുമെന്റിലും റിഫ്ലക്ട് ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ്. അത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയുമാണ് 3ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു. ചാപ്റ്റർ 10 എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ERP, അതാണല്ലോ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഒരു 9 എണ്ണമുണ്ട്. അതിന്റെ പേരുകൾ അങ്ങ് ഓർത്ത് വെച്ചേക്കുക. വേറൊന്നും ചോദിക്കത്തില്ല, അതിന്റെ പേരുകൾ ഓർത്ത് വെക്കണം. ഇതുകൂടാതെ പോപ്പുലർ ERP പാക്കേജസ്, കുറെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ERP പാക്കേജസ് ഓർത്ത് വയ്ക്കുക. ഓരോന്നിനെക്കുറിച്ചും അതിന്റെ ഫീച്ചർ എന്നുള്ള നിലയിൽ 1-2 സെന്റൻസും കൂടി ഓർത്ത് വെക്കണം. ഇപ്പോൾ ഒറാക്കിൾ, സാപ്പ്, ഓഡോ, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്,
ടാലി ERP, ഇങ്ങനെ ചില പേരുകളും ഇവയെക്കുറിച്ചുള്ള 1-2 ലൈൻസും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ERPയുടെ ബെനിഫിറ്റ്സ് അതെന്താന്ന് പറയുന്നുണ്ട്. ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വിഭവങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിന് അത് അറിയാലോ. ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി തുടങ്ങിയ ചില ബെനിഫിറ്റ്സും കൂടി ERPക്കുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT, ചാപ്റ്റർ 11ലെ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഇവിടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷനും മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്കറിയുമായിരിക്കും. എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോളുക. SMS-നെ കുറിച്ച് അറിയണം. എന്താണ് SMS? ടെക്സ്റ്റ് മെസ്സേജിംഗ് സർവീസ് ആണല്ലേ. പക്ഷെ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. മാക്സിമം 160 ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പറ്റത്തുള്ളൂ. എന്നാൽ MMS മൾട്ടിമീഡിയ മെസ്സേജിംഗ് സർവീസ് ആകുമ്പോഴോ അതിനകത്ത് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, മ്യൂസിക്, വീഡിയോ ഇതെല്ലാം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും മൊബൈൽ ഫോണിലൂടെ. സൈസും പ്രശ്നമല്ല. പിന്നെ ഒന്ന് ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം, GPS, ഒരു നാവിഗേഷൻ സിസ്റ്റമാണല്ലേ. ലൊക്കേഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ജിയോഗ്രഫിക്കൽ പൊസിഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന GPS. പിന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു സർവീസാണ് സ്മാർട്ട് കാർഡ്. നമ്മുടെ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, പ്ലാസ്റ്റിക് കാർഡുകൾ, അതൊക്കെ ഈ കാറ്റഗറി വരുന്നതാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പത്തിൽ നടത്താൻ ഉപയോഗിക്കുന്ന കാർഡുകൾ. പിന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വാതോരാതെ പറയാനും ഒരുപാട് എഴുതാനും സാധിക്കുന്ന ഒരു മേഖലയായിരിക്കും അല്ലെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ചില ഉദാഹരണങ്ങൾ ഓർത്ത് വെച്ചോളുക. അവയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് സൈബർ ക്രൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വ്യക്തികൾക്കെതിരെയുള്ള, ഇൻഡിവിജ്വൽസിനെതിരെയുള്ള സൈബർ ക്രൈംസ് ആണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടത്. അതിൽ ഐഡന്റിറ്റി തെഫ്റ്റ്, വ്യക്തിത്വ വിവര മോഷണം എന്നൊരു സംഭവമുണ്ട്. ഒരാളിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്തുക, ക്രൈംസ് ചെയ്യുക. അത് ഐഡന്റിറ്റി തെഫ്റ്റിന്റെ പരിധിയിൽ വരുന്നു. ഹരാസ്മെന്റ്, മറ്റു വ്യക്തികളെ വർഗ, വർണ്ണ, ജാതി, വംശം, ലിംഗം ഈ നിലയിലൊക്കെ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നതും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നതും പരാമർശങ്ങൾ നടത്തുന്നതുമൊക്കെ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരും. അതൊന്നും പാടില്ല. ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, മറ്റൊരാളുടെ വ്യക്തിത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആൾക്കാരെ കബളിപ്പിക്കുക, വഞ്ചിക്കുക, ഇരകളെ സൃഷ്ടിക്കുക, അല്ലെ, അവരെ ചൂഷണം ചെയ്യുക, അതൊക്കെ ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗിൽ വരുന്നു. വയലേഷൻ ഓഫ് പ്രൈവസി, നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, നമ്മൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല, അവിടെ ഹാക്കിംഗ്, ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഒരു ക്രൈമിൽ വരുന്നതാണ്. പിന്നെ ഡിസമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ, അശ്ലീലമായത്, അസ്വീകാര്യമായ ചിത്രങ്ങളോ സന്ദേശങ്ങളോ അയക്കാൻ പാടില്ല, ഫോർവേഡ് ചെയ്യാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല. അതെല്ലാം സൈബർ ക്രൈമിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും കേൾക്കുക, അങ്ങനെ നന്നായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുക. എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. ഈ ഒരു പാൻഡമിക്കിന്റെ കാലത്ത് പോലും പഠനം മുടങ്ങാതെ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.